മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ശക്തമായ കാറ്റിലും മഴയിലും വൻമരം റോഡിൽ വീണ് ഗതാഗതം സ്തംഭിച്ചു. കണ്ണൂർ മട്ടന്നൂർ റൂട്ടിൽ വലിയന്നൂർ റേഷൻ പീടികയ്ക്ക് സമീപമാണ് മരം റോഡിലേക്ക് കടപുഴകി വീണത്. രാവിലെ 7 മണിയോടുകൂടി ആഞ്ഞടിച്ച ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു മരം കടപുഴകി വീണത്. സമീപത്തെ ഫ്ലവർ മിൽ, എളയാവൂർ ധർമ്മോദയം LP സ്കൂൾ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇലക്ട്രിക്കിന്റെ ബോർഡ് മുഴുവൻ നശിച്ച രീതിയിലാണുള്ളത്. നിരവധി മരങ്ങൾ റോഡിനു കുറുകെ കടപുഴകി വീണതിനാൽ ഗതാഗതം സ്തംഭിക്കുകയും വൈദ്യുതി തൂണുകൾ തകരുകയും ചെയ്തതായി കൗൺസിലർ PP വത്സൻ പറഞ്ഞു. വളരെ ദുരിതങ്ങളാണ് അത് വിതച്ചിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ മരങ്ങൾ എല്ലാം പൊട്ടിക്കൊള്ളും. ഇലക്ട്രിക് ലൈനുകൾ, ഇലക്ട്രിക് കമ്പികളെല്ലാം പൊട്ടിക്കൊള്ളും. അത് മാത്രമല്ല, ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ഒരു പെട്ടിപ്പൊടിയ കച്ചവടക്കാരൻ പെട്ടിയടക്കം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയും താഴേക്ക് പോവുകയും ചെയ്തു. അയാൾക്ക് പരിക്ക് പറ്റി. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഈ മേഖലയിലാകെ വന്നിട്ടുള്ളത്. ജനങ്ങളാകെ ഭീതിയിലാണ്. നിരവധി സന്നദ്ധ പ്രവർത്തകരും ഫയർ സർവീസുമെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. വളരെ നാടുകളിൽ വരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു ഭയാനകമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നത് എന്നതാണ് അത് സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും ചക്കരക്കൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് മരങ്ങളും മറ്റും മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥലം സന്ദർശിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായതെന്നും അടിയന്തര പ്രാധാന്യത്തോടെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിന് മുമ്പിൽ മറ്റൊന്നും ചെയ്യാനില്ല. പ്രകൃതിക്ക് ശേഷം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത്തരം സംഭവങ്ങൾ ഉത്തരവാദപ്പെട്ട് ശ്രദ്ധപ്പെടുത്തും. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾ അതുപോലുള്ള നിരവധി ഘടകങ്ങളുണ്ട്. അവരെല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ പരിഹാരം കാണാൻ ഒരു നടപടി സ്വീകരിക്കാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ യഥാസമയത്ത്. വലിയന്നൂർ മുണ്ടേരി റോഡിൽ കള്ളുഷാപ്പിന് മുൻവശവും കൂറ്റൻ മരം കടപുഴകി വീണ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇലക്ട്രിസിറ്റി ജീവനക്കാർ തകർന്ന ലൈനുകളും പോസ്റ്റുകളും മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. ഉടൻ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 2 സെറ്റ് യൂണിഫോം, 1 വർഷത്തേക്കുള്ള ബസ് ഫീസ് തികച്ചും സൗജന്യം. ട്യൂഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഡൊണേഷൻ 100% സൗജന്യം.